ആദ്യം ശ്രീ ദാമോദർ പ്രസാദ്, ഈ വി എസിൻ്റെ അന്ത്യയാത്ര, ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്ര, ഇതിലൂടെയൊക്കെ ജനങ്ങൾ രാഷ്ട്രീയ കേരളത്തിന് ഒരു സന്ദേശം നൽകുന്നു എന്ന് കരുതാമോ? തീർച്ചയായിട്ടും കരുതണമല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഈ അന്ത്യയാത്ര, വിലാപയാത്രയിൽ ജനങ്ങളുടെ സാന്നിധ്യം, ജനങ്ങളുടെ സാന്നിധ്യമല്ല, ആ വലിയൊരു ജനസഞ്ചയം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ജനസഞ്ചയം തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ രാഷ്ട്രീയത്തോട്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തോടൊക്കെ കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നേതാക്കൾ രണ്ട് വിധത്തിൽ ജനകീയ നേതാക്കളായിരുന്നു. ആൾ ജനപ്രിയ നേതാവ് ആയിരുന്നു, മറ്റൊരാൾ ജനകീയ നേതാവായിരുന്നു. അവർ ജനങ്ങളുടെ വിഷയങ്ങൾ സമീപിച്ച രീതി, ജനങ്ങളുടെ വിഷയം അഭിസംബോധന ചെയ്തി, ജനങ്ങളായിട്ട് സംസാരിച്ച രീതി, ജനങ്ങളോട് സംവേദനം നടത്തിയ രീതിയൊക്കെ തന്നെ വളരെ മാതൃകാപരമായിരുന്നു. ജനപ്രിയ നേതാവ് ഉമ്മൻചാണ്ടി തീർച്ചയായും ഉമ്മൻചാണ്ടിക്കാണ് ജനപ്രിയ സ്വഭാവം. കാര്യം വ്യക്തിഗത തലത്തിലാണ് ഉമ്മൻചാണ്ടിയുള്ളത്. വി എസ് ആണ് ഈ ജനങ്ങളുടെ ഇഷ്യൂസാണ് കൂടുതൽ നമുക്കറിയാവുന്ന ജനങ്ങളുടെ ഇഷ്യൂസിനെയാണ് വി എസ് ഏറ്റെടുത്തിരുന്നത്. എങ്കിലും അവർ തമ്മിൽ ജനവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റിയിരുന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ കാണുന്ന അതിൻ്റെ ഒരു പ്രകടമായ ആവിഷ്കാരമാണ് നമ്മളിതെല്ലാം ഈ ജനാവലിയുടെ നമ്മുടെ ഈ ജനാവലിയുടെ ഈ സാന്നിധ്യം നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വി എസ് സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ കാണുന്ന പല തലമുറയിലും പെട്ട ആൾക്കാർ, ഇപ്പോൾ ഒരു വർഷം വി എസ് മുഖ്യമന്ത്രി ആയ സമയം ജനിക്കുകയും യാത്ര ചെയ്ത കൊച്ചു പിള്ളേർ, അങ്ങനെ തന്നെ പറയാം. അവർക്ക് ഇപ്പോഴാണ് 10-20 വയസ്സൊക്കെ ആവുന്നത്. അവരെ പോലുള്ളവർ വന്ന് വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, അപ്പോൾ അവർ കേട്ടറിഞ്ഞ് ലെജൻഡ് ചരിത്രമുണ്ട്. അപ്പോൾ വി എസ് അങ്ങനെ ലെജൻഡറി ലീഡറായ ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ പല തലമുറകളിലും പെട്ട 90 വയസ്സായ സ്ത്രീകളെ കാണാം, അമ്മമാരെ കാണാം, അമ്മൂമാരെ കാണാം, 10, 16, 20 വയസ്സുള്ള ചെറുപ്പക്കാരെ കാണാം. അപ്പോൾ ഈ വലിയൊരു ആബാലവൃദ്ധమైన ജനസഞ്ചയമാണ് അവിടെ കൂടി നിൽക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം വി എസ് അവരെ ഹൃദയത്തിലേറ്റുന്ന കാര്യം വി എസ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഒരു രാഷ്ട്രീയമാണ് അവരോട് സംസാരിച്ചത്. എന്ത് രാഷ്ട്രീയം? അവർ ഹൃദയത്തിലേറ്റുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം. നമ്മൾ വേറൊരു കാര്യം കാണാൻ പറ്റും. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ പങ്കെടുത്ത ജനങ്ങൾ വ്യത്യസ്തമായിട്ടൊരു ഇടതുപക്ഷ സാന്നിധ്യം വളരെ കൂടുതലാണ്. കാര്യം മുദ്രാവാക്യം വിളിയിലും അവരുടെ മുഷ്ടിച്ചിട്ടുള്ള മുദ്രാവാക്യം വിളിയിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇടതുപക്ഷ സാന്നിധ്യം വളരെ കൂടുതൽ. അപ്പോൾ ആ ഇടതുപക്ഷ സാന്നിധ്യം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൽ തലപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പിന്തുടർച്ചക്കാരായ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളൊക്കെ തന്നെ വി എസിനെ വലിയ നേതാവായിട്ട് കാണുകയും വി എസിൻ്റെ മൂല്യങ്ങൾ, വി എസ് ഉയർത്തിപ്പിടിച്ച ധാർമ്മിക രാഷ്ട്രീയം, വി എസിൻ്റെ പോരാട്ട രാഷ്ട്രീയം ഉൾക്കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വന്ന് ഈ ഒരു തരത്തിലുള്ള വി എസിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നത്. അത് വലിയൊരു പാഠം പുതിയ നേതൃത്വത്തോട്. തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പാഠം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എങ്ങനെയായിരിക്കണം ഒരു രാഷ്ട്രീയ നേതൃത്വം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത്, ജനങ്ങളോട് സംസാരിക്കേണ്ടത്, ജനങ്ങളോട് സംവദിക്കേണ്ടത്, ജനങ്ങളെ ഇടപഴകേണ്ടത്.